തിരുവനന്തപുരം വർക്കലയിൽ വയോധികനെ കൊലപ്പെടുത്തിയ കേസിൽ ഒളിവിൽ പോയ പ്രതികളെ പോലീസ് അറസ്റ്റ് ചെയ്തു. വർക്കല വെട്ടൂർ സ്വദേശികളായ ഹായിസ്, നൂഹ്, സെയ്ദാലി, ജാസിം എന്നിവരെയാണ് തിരുവനന്തപുരത്ത് നിന്നും വർക്കല പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇക്കഴിഞ്ഞ ഡിസംബർ 24 തീയതിയാണ് താഴെ വെട്ടൂർ ചരിവിള വീട്ടിൽ ഷാജഹാനെ 5 അംഗ സംഘം വെട്ടിക്കൊലപ്പെടുത്തുന്നത്. താഴെ വെട്ടൂർ പള്ളിക്ക് സമീപം പ്രതികളുടെ നേതൃത്വത്തിൽ ലഹരി ഉപയോഗം വർദ്ധിച്ചു വന്നതോടെ ഷാജഹാൻ ഉൾപ്പെടുന്ന നാട്ടുകാരുടെ സംഘം പോലീസിൽ വിവരമറിയിക്കുകയും പ്രതികൾ നിർമ്മിച്ച ഷെഡ് പൊളിച്ചു നീക്കുകയും ചെയ്തിരുന്നു. ഇതിനെ തുടർന്ന് പ്രകോപിതരായ പ്രതികൾ രാത്രി 9 മണിയോടെ സംഭവ സ്ഥലത്തെത്തുകയും വീടിന് പുറത്തു നിൽക്കുകയായിരുന്ന ഷാജഹാനെ മാരകമായി വെട്ടി പരിക്കേൽപ്പിച്ചു. ഷാജഹാന്റെ നിലവിളി കേട്ട് ഓടിയെത്തിയ ബന്ധുക്കൾ ഉടൻ തന്നെ വർക്കല താലൂക്ക് ആശുപത്രിയിലും തുടർന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചുവെങ്കിലും മരണം സംഭവിച്ചിരുന്നു. പ്രതികളിൽ ഒരാളായ വെട്ടൂർ സ്വദേശി ആഷിറിനെ സംഭവ ദിവസം തന്നെ വർക്കല പോലീസ് അറസ്റ്റ് ചെയ്തു. കൊലപാതകത്തിന് ശേഷം ഒളിവിൽ പോയ പ്രതികളെ പിടികൂടുന്നതിനായി തിരുവനന്തപുരം റൂറൽ ജില്ലാ പോലീസ് മേധാവിയുടെ മേൽനോട്ടത്തിൽ വർക്കല ഡിവൈഎസ്പിയുടെയും വർക്കല അയിരൂർ SHOമാരുടെയും നേതൃത്വത്തിൽ 3 സംഘങ്ങളായി തിരിഞ്ഞ് അന്വേഷണം ആരംഭിച്ചു. തമിഴ്നാട്ടിലെ വിവിധ പട്ടണങ്ങളിൽ ഒളിവിൽ കഴിയുകയായിരുന്ന പ്രതികൾ വർക്കല പോലീസ് പിന്തുടരുന്നത് മനസ്സിലാക്കിയതോടെ തിരുവനന്തപുരം നഗരത്തിലേക്ക് എത്തുകയും പ്രതികളുടെ സാന്നിധ്യം മനസ്സിലാക്കിയ പോലീസ് ബലപ്രയോഗത്തിലൂടെ സാഹസികമായി ഇവരെ കീഴ്പ്പെടുത്തുകയുമായിരുന്നു. തിരുവനന്തപുരം റൂറൽ ജില്ലാ പോലീസ് മേധാവി കിരൺ നാരായണന്റെ മേൽനോട്ടത്തിൽ വർക്കല ഡിവൈഎസ്പി ഗോപകുമാർ, SHO പ്രവീൺ JS, അയിരൂർ SHO ശ്യാം എന്നിവരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത്. അറസ്റ്റിലായ പ്രതികളെ വർക്കല കോടതിയിൽ ഹാജരാക്കും. ന്യൂസ് ഡയറി കേരളം, വർക്കല.